വെൽക്കം ടു ലേണപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന USS എക്സാമിനേഷനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ്. അപ്പോൾ നെക്സ്റ്റ് മന്താണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മാസം ഒരു സീരീസ് പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷനും കവർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചാനലിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരു മാവിൽ രണ്ടിനം മാമ്പഴം ഉണ്ടാവാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ. ഉത്തരം ഗ്രാഫ്റ്റിംഗ്. തൊട്ടാവാടി കൃഷിഭൂമിയുടെ ഫലപുഷ്ടി കളയുന്നില്ല. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? പൂർണ്ണമായും ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല, പൂർണ്ണമായും തെറ്റാണ്, ഭാഗികമായും പൂർണ്ണമായും ശരിയാണ്. പൂർണ്ണമായും ശരിയാണ് എന്നതാണ് ഉത്തരം. ക്വസ്റ്റ്യൻ 3, സയൺ എടുക്കുന്ന സസ്യത്തിൽ നിന്ന് ഏറ്റവും ചെറിയ ഭാഗം എടുത്ത് പുതിയ സസ്യമുണ്ടാക്കുന്ന കായിക പ്രജനന രീതിയാണ്. ഉത്തരം ബഡ്ഡിംഗ്. ക്വസ്റ്റ്യൻ 4, കടച്ചക്ക വേരോടു കൂടിയ പുതിയ തൈ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ പതി വയ്ക്കൽ ഏതാണ്? കൂനപതി, വായുവിൽ പതി, സാധാരണ പതി, നാഗപതി. ഉത്തരം വായുവിൽ പതിവയ്ക്കൽ. ചോദ്യം 5, പ്രിയ, പ്രീതി, പ്രിയങ്ക ഇവ ഏത് സസ്യത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? ഉത്തരം പാവൽ. മഞ്ഞ 4 മണിപ്പൂവും റോസ് 4 മണിപ്പൂവും വിരിയാറുള്ള തോട്ടത്തിൽ മഞ്ഞയിൽ റോസ് പരകളുള്ള പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഇതിനു കാരണം താഴെ പറയുന്നവയിൽ ഏതാവും? ഉത്തരം വർഗസങ്കരണം. ക്വസ്റ്റ്യൻ 7, സസ്യങ്ങളിൽ ടിഷ്യൂ കൾച്ചറിന് തുല്യമായി ജീവികളിൽ നിന്ന് പുതിയ ജീവികളെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഏത്? ഉത്തരം ക്ലോണിംഗ്. ക്വസ്റ്റ്യൻ 8, ലെയറിംഗ് രീതി വലിയ സസ്യങ്ങളിൽ പ്രായോഗികമല്ല. കാരണം എന്ത്? ഉത്തരം വലിയ മരത്തിന് തായ്വേരു പടലം ഇല്ലാതെ നിലനിൽക്കാൻ ആവില്ല. ക്വസ്റ്റ്യൻ 9, ചേപ്ലിക്കാടൻ, തവളക്കണ്ണൻ എന്നിവ പഴയ വിത്തിനങ്ങളാണ്. ഏത് വിളയുടെ വിത്തിനങ്ങളാണ് ഇവ? ഉത്തരം നെല്ല്. ക്വസ്റ്റ്യൻ 10, IISR എന്ന ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷണങ്ങളുടെ പരിധിയിൽ വരുന്ന സസ്യം ഏതാണ്? ഉത്തരം ഏലം. ചോദ്യം 11, മിത്ര ബാക്ടീരിയ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സ്യൂഡോമോണസ്. ക്വസ്റ്റ്യൻ 12, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൃഷിരീതി ആരുടേതാണ്? ഉത്തരം സുഭാഷ് പാലേക്കർ. ഒരു സസ്യത്തിന്റെ എല്ലാവിധ ഗുണങ്ങളോടും കൂടിയ മറ്റൊരു തൈ ഉണ്ടാക്കിയെടുക്കുന്ന രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ലെയറിംഗ്. ക്വസ്റ്റ്യൻ 14, ZBNF ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സുഭാഷ് പാലേക്കർ. താഴെ പറയുന്നവയിൽ മാവിനം അല്ലാത്തത് ഏതാണ്? മല്ലിക, സുവർണ, നീലൻ, അൽഫോൺസൻ. അപ്പം ഇതിൻ്റെ ഉത്തരം സുവർണ. ക്വസ്റ്റ്യൻ 16, നാഗപതിവയ്ക്കൽ ഏറ്റവും അനുയോജ്യമായത് ഏതുതരം സസ്യങ്ങളിലാണ്? ഉത്തരം വള്ളിച്ചെടികൾ. ക്വസ്റ്റ്യൻ 17, മസനോബു ഫുക്കുവോക്കയുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒറ്റവൈക്കോൽ വിപ്ലവം, വിളപര്യയം, ഇടവിള, ടിഷ്യൂ കൾച്ചർ. ഉത്തരം ഒറ്റവൈക്കോൽ വിപ്ലവം. ക്വസ്റ്റ്യൻ 18, നാഗപതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം മുല്ല. ക്വസ്റ്റ്യൻ 19, ജീവാണുവളങ്ങളിൽ പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം അസോള. ചോദ്യം 20, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി? സെറികൾച്ചർ, കൃത്യത കൃഷി, എപ്പികൾച്ചർ, ഹൈഡ്രോപോണിക്സ്. ഉത്തരം ഹൈഡ്രോപോണിക്സ്.